ടോപ്പിക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. എന്താ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ നോക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ പ്രോഡക്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. നമുക്ക് ഓൾറെഡി അറിയാം എന്താ ലോ ഓഫ് സപ്ലൈയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അല്ലേ. എന്താ ലോ ഓഫ് സപ്ലൈയിൽ പറഞ്ഞിട്ടുള്ളത്? വെൻ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി സപ്ലൈ ഓൾസോ ഇൻക്രീസസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയി നോക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എപ്പോഴും ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് സപ്ലൈ കർവ് ആയിരിക്കും. എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് സപ്ലൈ കർവ് ആയിരിക്കും. ആ സപ്ലൈ കർവ് റിമെയിനിങ് ദ സെയിം വാട്ട് എവർ ബി ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി എത്രയാണെങ്കിലും ആ സപ്ലൈ ലൈനുണ്ടോ ആ പ്രൈസ് റിമെയിനിങ് ദ സെയിം. വെൻ ദ സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ് ചേഞ്ചസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഈവൻ വെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൻ്റെ അകത്ത് ഒരു ചേഞ്ചും ഇല്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷേ ക്വാണ്ടിറ്റീൻ്റെ അകത്ത് ചേഞ്ച് വരെ ഇൻക്രീസ് ആകാം ഡിക്രീസ് ആകാം. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിൻ്റെ സൈൻ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. എങ്ങനെയാണ്? ഇൻഫിനിറ്റി ആണ്. അടുത്തത് റിലേറ്റീവ് ഇലാസ്റ്റിക് സപ്ലൈ. റിലേറ്റീവ് ഇലാസ്റ്റിക് സപ്ലൈ അങ്ങനെ വെച്ചാൽ വെൻ ദ പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് മോർ ദാൻ പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. Proportionate change in supply is more than proportionate change in price. അതെന്ന് വെച്ചാൽ എ സ്ട്രെയിറ്റ് ലൈൻ അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് ആയിരിക്കും. അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് ആയിരിക്കും. അതിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അതിന് നമ്മൾ പോസിറ്റീവ്ലി സ്ലോപ്ഡ് സപ്ലൈ കർവ് സ്റ്റാർട്ട്സ് ഫ്രം വൈ ആക്സിസ് എന്ന് പറയും. എന്താ? പോസിറ്റീവ്ലി കേർവ്ഡ് സപ്ലൈ കർവ് സ്റ്റാർട്ട്സ് ഫ്രം വൈ ആക്സിസ്. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഒന്നുകൂടി പറയാം. വെൻ ദ പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് മോർ ദാൻ പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ. അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഗ്രി എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇനി അടുത്തത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈക്വൽ ടു യൂട്ടിലിറ്റി. അതായത് ഈക്വൽ ടു 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ട്രെയിറ്റ് ലൈനാണ്. പോസിറ്റീവ്ലി സ്ലോപ്ഡ് സപ്ലൈ കർവ് സ്റ്റാർട്ട്സ് ഫ്രം ഇറ്റ്സ് ഒറിജിൻ. പോസിറ്റീവ്ലി കർവ്ഡ് സപ്ലൈ കർവ് ആണ്. സ്റ്റാർട്ട് ഫ്രം ഒറിജിൻ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെൻ ദ പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് ഈക്വൽ ടു പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചും പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഈക്വൽ ആകുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ യൂണിറ്റി എന്ന് പറയുക. അതിൻ്റെ വാല്യൂ ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. When the proportionate change in supply is exactly equal to proportionate change in price. അതിനെ നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ എന്നാണ് വിളിക്കുന്നത്. അത് എന്താ? പോസിറ്റീവ്ലി സ്ലോപ്ഡ് സ്ട്രെയിറ്റ് ലൈനായിരിക്കും. സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ ആണ്. അതിൻ്റെ ഡിഗ്രി അല്ലെ വാല്യൂ എന്ന് വെച്ചാൽ ഓൾവേസ് ഈക്വൽ ടു 1 ആണ്. അടുത്തത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. നേരത്തെ നമ്മൾ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയണ്ടേ. When the proportionate change in supply is less than proportionate change in price. When the proportionate change in supply is less than proportionate change in price. അതിനെയാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനാണ്. പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. പക്ഷേ സ്റ്റാർട്ട്സ് ഫ്രം എക്സ് ആക്സിസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ പോസിറ്റീവ്ലി സ്ലോപ്ഡ് സപ്ലൈ കർവാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ നിന്നാണ്. അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ലെസ് ദാൻ 1 ആണ്. എക്സ് ആക്സിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വാല്യൂ ലെസ് ദാൻ 1 ആണ്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. വെൻ ദ പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ സപ്ലൈ ഈസ് ലെസ് ദാൻ പ്രപ്പോർഷണേറ്റ് ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് വൺ എന്ന് വെച്ചാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ആണ്. വെൻ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് വിത്ത് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ക്വാണ്ടിറ്റി സപ്ലൈ എപ്പോൾ ഒരുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 0 ആണ്. സപ്ലൈ ഡസ് നോട്ട്
ചേഞ്ച് ഈവൻ വെൻ ദ പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് വേണമെങ്കിൽ കൂടാ, പ്രൈസ് വേണമെങ്കിൽ കുറയാം, പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓൾവേസ് റിമൈനിങ് ദ സെയിം. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഡിമാൻഡും സപ്ലൈയും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. നിങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ച് എല്ലാം കുളമാവും. അതുകൊണ്ട് എല്ലാം പോയിൻറ്റും കറക്റ്റായിട്ട് നോക്കി ചെയ്യണം. ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഗ്രേറ്റർ ദാൻ 1. യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആണ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ലെസ് ദാൻ 1 ആണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഈക്വൽ ടു 0 ആണ്. ഇതിൻ്റെ ഗ്രാഫും എക്സ്പ്ലനേഷനും എല്ലാം വളരെ ഷോർട്ടായിട്ടാണ് തന്നിട്ടുള്ളത്. അത് മാത്രം പഠിച്ചാൽ മതി, വലിച്ചു വാരിയിട്ടൊന്നും പഠിക്കണ്ട. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ കുറിച്ച് നോക്കാം. 2 മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ് ഉള്ളത്. പ്രപ്പോർഷനേറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡ്, ജോമെട്രിക് അല്ലെങ്കിൽ പോയിൻ്റ് മെത്തേഡ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക മാത്രമേ വേണ്ടൂ, ഡീറ്റെയിൽ ആയിട്ട് വേണ്ട കേട്ടോ. പെർസെൻറ്റേജ് മെത്തേഡ് ഓർ പ്രപ്പോർഷനേറ്റ് മെത്തേഡ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണേണ്ട പെർസെൻറ്റേജ് മെത്തേഡ് അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് മെത്തേഡിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, അതായത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. ഡെൽറ്റ പി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ക്യൂ എന്ന് വെച്ചാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. പി എന്ന് വെച്ചാൽ ഇനീഷ്യൽ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി പെർസെൻറ്റേജ് മെത്തേഡ് അഥവാ പ്രപ്പോർഷനേറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, അതായത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്തത് ജോമെട്രിക് മെത്തേഡ് ഓർ പോയിൻ്റ് മെത്തേഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഒറിജിൻ ഓഫ് സപ്ലൈ കർവ്. അതാണ് ജോമെട്രിക് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ഒറിജിൻ ഓഫ് സപ്ലൈ കർവ്. അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ആൻഡ് ഇൻ്റർസെക്റ്റ് ഓഫ് എക്സ് ആക്സസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ആൻഡ് ഒറിജിൻ. ഓക്കെ, ഇനി നമുക്ക് ഫാക്ടർ എഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് വരുന്നത് ടൈം ഫാക്ടർ. ടൈം ഫാക്ടറിൽ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഷോർട്ട് ടൈം പീരീഡും ലോങ് ടൈം പീരീഡും. ഷോർട്ട് ടൈം പീരീഡിൽ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ റിലേറ്റീവ്ലി ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ലോങ് ടൈം പീരീഡിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഷോർട്ട് ടൈം പീരീഡിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ലോങ് ടൈം പീരീഡിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ബേസ്ഡ് ഓൺ ടൈം പീരീഡ്. ഇനി ബേസ്ഡ് ഓൺ നാച്ചർ ഓഫ് കമ്മോഡിറ്റി നോക്കാം. നാച്ചർ ഓഫ് ദ കമ്മോഡിറ്റിയെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പെരിഷബിൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന, മോശമായി പോകുന്ന വസ്തുക്കൾ. അതിനെയാണ് നമ്മൾ പെരിഷബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അത് റിലേറ്റീവ്ലി ലെസ് ഇലാസ്റ്റിക് ആണ്. വേറെസ് ഡ്യൂറബിൾ ഗുഡ്സ്, കുറേ കാലം ലൈഫുള്ള ഗുഡ്സ്, നമ്മുടെ ടി വി, ഫ്രിഡ്ജ്, അങ്ങനത്തെ ഡ്യൂറബിൾ ഗുഡ്സ്, അതിന് ഇലാസ്റ്റിക് സപ്ലൈ ആണ് ഉള്ളത്. ഓക്കെ ആണല്ലേ? ടൈം ഫാക്ടറും നാച്ചർ ഓഫ് ദ കമ്മോഡിറ്റി മനസ്സിലായല്ലോ. അടുത്തത് ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ. ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കോംപ്ലക്സ് ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷനും സിമ്പിൾ ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷനും. കോംപ്ലക്സ് ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ഇൻഇലാസ്റ്റിക് സപ്ലൈ ആയിരിക്കും. വേറെ സിമ്പിൾ ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. കോംപ്ലക്സ് ആണെങ്കിൽ ഇൻഇലാസ്റ്റിക്, സിമ്പിൾ ആണെങ്കിൽ ഇലാസ്റ്റിക്. അപ്പം ടൈം ഫാക്ടർ നോക്കി, നാച്ചർ ഓഫ് ദ കമ്മോഡിറ്റി നോക്കി, ടെക്നിക്ക് ഓഫ് പ്രൊഡക്ഷൻ നോക്കി. ഇനി അടുത്ത വരുന്നത് നാച്ചർ ഓഫ് ഇൻപുട്ട് യൂസ്ഡ് ആണ്. ഏത് തരത്തിലെ ഇൻപുട്ടാണ് യൂസ് ചെയ്തത്. കോമൺലി യൂസ്ഡ് ഫാക്ടർ ആണെങ്കിൽ ഇലാസ്റ്റിക് ആണ്. അല്ലാണ്ട് സ്പെഷ്യലൈസ്ഡ് ഫാക്ടർ ആണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ്. എപ്പോഴും യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഇലാസ്റ്റിക് ആണ്. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്ന സ്പെഷ്യലൈസ്ഡ് ഫാക്ടർ ആണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ്. അടുത്തത്
ഫ്യൂച്ചർ പ്രൈസ് എക്സ്പെക്റ്റേഷൻ. ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നതാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ്. ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഡിക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അത് ഇൻഇലാസ്റ്റിക്. പ്രൈസ് ഡിക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അത് ഇലാസ്റ്റിക്. അടുത്ത ഫാക്ടർ വരുന്നത് വെച്ചാൽ നാച്ചുറൽ കൺസ്ട്രെയിൻറ്റ്. നാച്ചുറൽ കൺസ്ട്രെയിൻറ്റ് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ നാച്ചുറൽ കൺസ്ട്രെയിൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് കമോഡിറ്റി. ആ ടൈമിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ് വരുന്നതെന്ന് വെച്ചാൽ റിസ്ക് ടേക്കിംഗ്. വില്ലിങ് ടു ടേക്ക് റിസ്ക് ആണെങ്കിൽ, റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കുക. റിസ്ക് എടുക്കാൻ ഒട്ടും തയ്യാറില്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കുക. റിസ്ക് നമ്മൾ എത്ര കൂടുതൽ എടുക്കുന്നു അത്രയും ഇലാസ്റ്റിക് ആയിരിക്കും. റിസ്ക് നമ്മൾ എടുക്കുന്നില്ല എന്നാൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. ഇത്രയും പോയിൻറ്റ്സാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ് നമ്മൾ പറഞ്ഞത്. എന്താ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സൊക്കെ 5 ടൈപ്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 മെത്തേഡ് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പറഞ്ഞു. അതുപോലെ തന്നെ ഫാക്ടർ എഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയും പറഞ്ഞു. ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും നോട്ട്സ് എഴുതണം. താങ്ക് യു.